ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم. To the right goal through the right path. ProfCon 17th Professional Students National Conference 8th, 9th and 10th March 2013 at Malappuram. നന്മയുടെ നറുമധുരവും ധർമ്മബോധത്തിന്റെ ധവളിമയുമായി മലപ്പുറത്തിന്റെ മണ്ണിൽ മറക്കാനാവാത്ത 3 ദിനരാത്രങ്ങൾ. തിരക്കൊഴിയാത്ത ജീവിതക്രമത്തിൽ നിന്നും സ്വസ്ഥത നൽകാത്ത പഠനാന്തരീക്ഷത്തിൽ നിന്നും ബോധപൂർവം നീക്കിവെച്ച വിജ്ഞാന വിനിമയത്തിന്റെയും വിവരശേഖരണത്തിന്റെയും വിലപ്പെട്ട നാളുകൾ. മരണത്തിനും ജീവിതത്തിനുമപ്പുറം കാത്തുകിടക്കുന്ന യഥാർത്ഥ ജീവിതം അനന്തമാണെന്നും അത് അന്വർത്ഥമാക്കണമെന്നും ആത്മാർത്ഥമായി ആഗ്രഹിച്ച വിദ്യാർത്ഥികളുടെയും വിജ്ഞാന കുതുകികളുടെയും ഹൃദ്യമായ സമാഗമം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ, ഫാർമസി, നഴ്സിംഗ്, ലോ, മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പങ്കെടുത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികളോടൊപ്പം വ്യത്യസ്ത വിദേശ രാജ്യങ്ങളിലെ സൗഹൃദ പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം. അന്താരാഷ്ട്ര പ്രശസ്തരായ അതിഥികളെ അണിനിരത്തി 3 വേദികളിൽ 5 ഭാഷകളിലായി നടന്ന പ്രൗഢഗംഭീരമായ ദേശീയ വിദ്യാർത്ഥി സമ്മേളനം. രാജ്യത്തെ ഉന്നത സർവകലാശാലകളിലെ ഭരണകർത്താക്കളും അറിയപ്പെടുന്ന അക്കാദമിക വിചക്ഷണരും കഴിവുറ്റ കരിയർ പരിശീലകരും മന്ത്രിമാരും ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്ത ഐതിഹാസിക സമ്മേളനം. അച്ചടക്കവും ആത്മനിയന്ത്രണവും പാലിച്ച് അത്യധികം ഉത്സാഹത്തോടെ അതിലുപരി പ്രതിഫലേച്ഛയോടെ ദൈവമാർഗത്തിൽ സ്വയം സമർപ്പിക്കാൻ സന്നദ്ധരായ സേവകരുടെ മനം നിറഞ്ഞ സാന്നിധ്യം. പ്രമാണബദ്ധമായ പ്രഭാഷണങ്ങളും ആവേശകരമായ ചർച്ചകളും വിജ്ഞാനദായകമായ ചോദ്യോത്തരങ്ങളും സമ്മാനിച്ച് മലപ്പുറം MSP ഗ്രൗണ്ടിൽ 17ാമത് ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പരിസമാപ്തി കുറിച്ചു. والذين جاهدوا فينا لنهدينهم سبلنا وإن الله لمع المحسنين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين. ബഹുമാന്യ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരികളെ, വളരെ ചുരുങ്ങിയ സമയത്ത് നിന്നുകൊണ്ട് നമസ്കാരം എന്ന വിഷയത്തെ അധികരിച്ച് ഒരൽപ്പ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കിയ നമസ്കാരം
ഇസ്ലാം എന്നത് വിശ്വാസവും കർമ്മങ്ങളും സ്വഭാവവും സംസ്കാരവും എല്ലാം അടങ്ങിയതാണ്. ഒരു വ്യക്തിയുടെ വിശ്വാസത്തെയും സ്വഭാവത്തെയുമെല്ലാം പ്രതിനിധീകരിക്കുന്നതാണ് അവൻ ചെയ്യുന്ന കർമ്മങ്ങളും അവൻ്റെ ഇബാദാത്തുകളുമെല്ലാം. അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങൾ വ്യത്യസ്തങ്ങളായ രൂപത്തിലുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ, ആഴ്ചയിലൊരിക്കൽ നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ, വർഷത്തിലൊരിക്കൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നമുക്ക് നിർബന്ധമായ കർമ്മങ്ങൾ എന്നിങ്ങനെ ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങൾ വ്യത്യസ്ത രൂപത്തിലുണ്ട്. ഇതിലേറ്റവും ശ്രേഷ്ഠം, എല്ലാം ശ്രേഷ്ഠവും പുണ്യകരവുമാണ് എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്, ആരാധനാകർമ്മമായി നമുക്ക് പഠിപ്പിച്ചു തന്നത് നമസ്കാരത്തെ പറ്റിയാണ്. കാരണം ഒരു മനുഷ്യനും അവൻ്റെ രക്ഷിതാവ് അവന് ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത, അവൻ്റെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ രക്ഷിതാവുമായുള്ള ബന്ധം പുലർത്തുകയാണ് യഥാർത്ഥത്തിൽ നമസ്കാരത്തിലൂടെ ഒരു മനുഷ്യൻ ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ ഇത്തരം ഒരു വികാരം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല. സ്വിലത്തുൻ ബൈനൽ അബ്ദി വ റബ്ബിഹ്, തൻ്റെ രക്ഷിതാവിൻ്റെയും അടിമയുടെയും ഇടയിലുള്ള ഒരു ബന്ധമാണ് നമസ്കാരമെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ആ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു മനുഷ്യനോട് ഒരു കർമ്മം ആവശ്യപ്പെടുന്നത് വ്യത്യസ്ത രീതിയിലാണ്. സാധാരണയായി ജിബ്രീൽ അലൈഹിസ്സലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വഹിയുമായി പറഞ്ഞയച്ച് ആ കാര്യം അറിയിച്ചു കൊടുക്കും. എന്നാൽ നമസ്കാരത്തിൻ്റെ കാര്യമോ, നമസ്കാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ അത് മാത്രം മതി നമുക്ക്. അള്ളാഹു അവൻ്റെ ദൂതനെ ആകാശലോകത്തേക്ക്, വാനലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി അള്ളാഹു നേരിട്ട് സംസാരിക്കുകയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നേരിട്ട് നമസ്കാരത്തിൻ്റെ കാര്യം, നമസ്കാരം നിർബന്ധമാക്കുന്നു. 7 ആകാശത്തിന് മുകളിൽ വെച്ച് ഏറ്റവും പവിത്രമായ സ്ഥലത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിലൂടെ നിർബന്ധമാക്കിയ ഒരു കർമ്മം, അതാണല്ലോ യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ അത് തന്നെ ധാരാളമുണ്ടല്ലോ. ശരി, ഇസ്ലാമിലെ ഒന്നാമത്തെ കർമ്മം, നിർബന്ധമാക്കിയ ഒന്നാമത്തെ കർമ്മവും ഈ നമസ്കാരം തന്നെയല്ലേ? ആദ്യത്തെ നിർബന്ധ കർമ്മം ഈ നമസ്കാരം തന്നെയാണ്. അതോടൊപ്പം നാളെ പരലോകത്ത് നമ്മളൊക്കെ മരണത്തിന് ശേഷം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ ആദ്യമായി വിചാരണക്കെടുക്കപ്പെടുന്ന, നമ്മുടെ സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്ന, നന്മ തിന്മകൾ തീരുമാനിക്കുന്ന, നമ്മുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തത് ഈ നമസ്കാരം തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നല്ലോ. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാത്ത്, നമസ്കാരമായിരിക്കും ആദ്യമായി ഒരു മനുഷ്യൻ വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു മനുഷ്യൻ വിജയിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സ്വലഹ സായിറു അമലി, അവൻ്റെ എല്ലാ അമലുകളും അതോടുകൂടി നന്നായി കഴിഞ്ഞു. എല്ലാ ചോദ്യങ്ങളിലും അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു. അതിലെങ്ങാനും അവൻ പരാജയപ്പെട്ടാൽ എല്ലാറ്റിലും പരാജയമായിരിക്കും അവന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കളവ് പറയാത്ത, പൊഴിവാക്കുകൾ കടന്നു വരാത്ത അവിടുത്തെ നാവുകളിലൂടെ നമ്മൾ ശ്രദ്ധിച്ചു എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി എന്നെ വിചാരണക്കെടുക്കപ്പെടുന്ന ആ നമസ്കാരം, അതിൽ വിജയിച്ചാൽ എല്ലാറ്റിലും വിജയിച്ചു. ആ ഒരു നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വിജയിക്കുന്നവനാകുമോ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും കടന്നു വരിക തന്നെ ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഇത്രയേറെ പ്രാധാന്യമായി ഇസ്ലാം പഠിപ്പിച്ച ഈ ഒരു കർമ്മം
ആ ഒരു കർമ്മത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണല്ലോ സ്വഹാബികളുടെ ജീവിതം എടുത്തു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മളൊന്ന് എടുത്തു നോക്കുക. ഒരു നമസ്കാരം ഒഴിവാക്കുന്നത്, അതതിൻ്റെ സമയം തെറ്റിച്ച് ചെയ്യുന്നത്, അതൊക്കെ പോയിട്ട് ഒരു ജമാഅത്ത് തെറ്റിക്കാൻ പോലും അവർ സന്നദ്ധരല്ലായിരുന്നു എന്നതാണല്ലോ സ്വഹാബികളുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, നമസ്കാരം എന്നത് അവർക്ക് ഒരു വൈകാരികമായ അവരുടെ ഒരു ആസ്വാദനത്തിൻ്റെ ഭാഗമായിരുന്നു. സ്വഹാബികൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉത്തമരായ മുൻഗാമികൾക്കുമൊക്കെ നമസ്കാരത്തിൻ്റെ സ്ഥാനവും വിലയും മനസ്സിലാക്കിയവർക്കൊക്കെ അങ്ങനെയായിരുന്നു എന്നാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് മനസ്സിനൊരൽപ്പം വിഷമവും ദുഃഖവും കടന്നു വരുന്ന സന്ദർഭത്തിൽ ബിലാലിനെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകൾ നമുക്കറിയാവുന്നതാണ്. യാ ബിലാൽ അഖിമിസ് സ്വലാത്ത്, ബിലാലെ നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കാനായില്ലേ, ബിലാലെ നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്ക്, വഅരിഹ്നാ ബിഹാ, അതുകൊണ്ട് എൻ്റെ മനസ്സിനൊരൽപ്പം ആശ്വാസം നൽക്. നമസ്കാരത്തിൽ കൈകെട്ടി തൻ്റെ രക്ഷിതാവിൻ്റെ മുന്നിൽ നിന്ന് എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും ആ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇറക്കി വെച്ച്, എല്ലാറ്റിനും ഇറക്കി വെച്ച് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ആ ഒരത്താണിയിൽ ഇറക്കി വെക്കാൻ എനിക്കൊരു ആശ്വാസം കണ്ടെത്താനുള്ള അവസരം നൽകൂ ബിലാലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെ വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മനുഷ്യരായ നമുക്കൊക്കെ എത്രയെത്ര ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണ്. നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന, കണ്ണിന് ആനന്ദമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാത്ത്, എനിക്ക് പലതും ഇഷ്ടമാണ്, പലതിനോടും താല്പര്യമാണ്, പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ സന്തോഷം, എൻ്റെ കണ്ണിൻ്റെ കുളിർമ അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എൻ്റെ നമസ്കാരത്തിലാണ്, ആ അള്ളാഹുവുമായുള്ള ബന്ധത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. എങ്കിൽ ആ അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തുകൊണ്ട് മനസ്സിൻ്റെ വിഷമങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അത് മനസ്സിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കണ്ടെത്താൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ അവസാനത്തിലെ അഭിലാഷമായിട്ട് പോലും അവർ ആഗ്രഹിക്കുന്നത് 2 റക്അത്ത് നമസ്കരിക്കാനായിരുന്നല്ലോ. നമുക്കറിയാമല്ലോ, മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അറിയാവുന്നതാണ്. ചരിത്രത്തിലേക്ക് കിടക്കുകയല്ല. അദ്ദേഹത്തോട് തൂക്കാൻ വിധിച്ച് കൊല്ലാൻ വിധിച്ച സന്ദർഭത്തിൽ നിനക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ കുറ്റവാളികളെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആരായുന്നത് പോലെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, 2 റക്അത്ത് നമസ്കരിക്കണം, 2 റക്അത്ത് നമസ്കരിക്കണം, എൻ്റെ രക്ഷിതാവുമായുള്ള ഒരു ബന്ധം പുലർത്തണം എന്ന് പറയാൻ മാത്രം നമസ്കാരം അവരുടെ ജീവിതത്തിലെ ഒരഭിലാഷമായി ആഗ്രഹമായി കാണാൻ അവർക്ക് കഴിഞ്ഞുവെങ്കിൽ നമുക്കത് പലപ്പോഴും പ്രയാസകരമായിട്ടാണ്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന തിന്നു തീർക്കുന്ന അവിടത്തെ മരണത്തോടനുബന്ധിച്ച രോഗശയ്യയിൽ കിടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വലാത്ത്, നമസ്കാരം സമയമായോ, നമസ്കാരത്തിൻ്റെ സമയമായോ, ആളുകൾ നമസ്കരിച്ചോ, ജമാഅത്ത് നടന്നോ എന്നാരായുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതെ, കുത്തേറ്റ് കിടക്കുന്ന സന്ദർഭത്തിൽ പോലും ഉമർ റളിയല്ലാഹു അൻഹു നമസ്കാരത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന സംഭവം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. യുദ്ധരംഗത്ത് പോലും അവർക്ക് നമസ്കാരം ഒഴിവുണ്ടായിരുന്നില്ല. ഇന്നത്തേതുപോലുള്ള യുദ്ധമല്ല, ശത്രുവിനെ നേർക്ക് നേരെ കണ്ട് വാളുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പരിക്കേൽപ്പിച്ച് രക്ഷപ്പെടുന്ന ഒരവസ്ഥയിലുള്ള യുദ്ധം. ആ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ പോലും നമസ്കാരത്തിൻ്റെ കാര്യം വിശുദ്ധ ഖുർആൻ എത്ര ഗൗരവമായിട്ടാണ് എടുത്തു പറഞ്ഞത് എന്നറിയാമോ? അഹ്സാബ് യുദ്ധത്തിൽ നമസ്കാരത്തിൻ്റെ സമയം ഒരൽപ്പം തെറ്റിപ്പോയി എന്ന കാരണത്താൽ ആ നമസ്കാരത്തിൽ നിന്നും തങ്ങളുടെ മനസ്സിനെ അകറ്റിയ, ശ്രദ്ധ തിരിച്ചു കളഞ്ഞ ആളുകൾക്കെതിരെ, ആർക്കുമെതിരെ ശാപപ്രാർത്ഥന നടത്താത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ നാവിലൂടെ അവർ പറയുന്ന വാക്കുകൾ ശഅലൂന അനിസ്സലാത്ത് മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറ. നമ്മുടെ നമസ്കാരത്തിൽ നിന്ന് അവർ നമ്മെ തെറ്റിച്ച് കളഞ്ഞില്ലേ, നമസ്കാരത്തിൻ്റെ സമയം കളഞ്ഞില്ലേ, അള്ളാഹു അവരുടെ ഖബറിടങ്ങളെ, അവരുടെ വാസസ്ഥലങ്ങളെ നരകം കൊണ്ട്
നരകം കൊണ്ട് അഗ്നി കൊണ്ട് നിറക്കട്ടെ എന്ന് നമസ്കാരത്തിൻ്റെ സമയത്തിൽ നിന്നും ഒരല്പം ശ്രദ്ധ തെറ്റിച്ച് കളഞ്ഞതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടുള്ള സംസാരം കൊണ്ട്, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്നിട്ട്, അതുപോലെ തന്നെ നമ്മുടെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര നമസ്കാരങ്ങളുടെ സമയങ്ങളാണ് നമ്മൾ തെറ്റിച്ച് കളഞ്ഞത്. ആരുമല്ലല്ലോ ഇവിടെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആർക്കെതിരാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്? നമ്മൾ നമുക്കെതിരെ തന്നെ പ്രാർത്ഥിക്കുകയോ? അല്ല സഹോദരങ്ങളെ, ഒരിക്കലും നമസ്കാരം എന്ന് പറയുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് നമ്മെ തെറ്റിച്ച് കളയുന്ന ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുണ്ടായാൽ അള്ളാഹുവിൻ്റെ റസൂൽ വളരെ ഗൗരവത്തോടുകൂടി താക്കീത് ചെയ്ത ഒരു വിഭാഗത്തിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെട്ടു പോകും. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖുർആൻ പറഞ്ഞു തന്നു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത വത്തബഉശ് ശഹവാത് ഫസൗഫ യൽഖൗന ഖയ്യാ. അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഇത്രയൊക്കെ വലിയ പ്രാധാന്യത്തോട് കൂടെ നമസ്കാരത്തെ കണ്ട, ജീവിതത്തെ കണ്ട, അള്ളാഹുവുമായുള്ള ബന്ധത്തെ കണ്ട ആ ഒരു വിഭാഗത്തിന് ശേഷം ഇനി ഒരു തലമുറ കടന്നു വരാനുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫ്, അവർക്ക് ശേഷം കടന്നു വരാനുള്ള ഒരു തലമുറ. ആ തലമുറയുടെ പ്രത്യേകത അളാഉസ് സ്വലാത്ത്, അവർ നമസ്കാരം കളഞ്ഞുപോയി. നമസ്കാരം ആ കാര്യത്തിൽ അവർ ഒരുപാട് അലംഭാവം കാണിച്ചു. വത്തബഉശ് ശഹവാത്ത്, തങ്ങളുടെ ദേഹേച്ഛയുടെ പിന്നാലെ അവർ പോയി. നമസ്കാരമായിരുന്നില്ല അവർക്ക് വലുത്, തങ്ങളുടെ ദേഹേച്ഛയുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെയായിരുന്നു അവർ നടന്നിരുന്നത്. ഫസൗഫ യൽഖൗന ഖയ്യാ, അതിൻ്റെ ദോഷമായ പരിണിതി അവർ അഭിമുഖീകരിക്കേണ്ടി വരിക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ താക്കീതിൻ്റെ സ്വരത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, ഒരിക്കലും അക്കൂട്ടത്തിൽ ഞങ്ങളാരും ഉണ്ടാവരുത് എന്ന് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കാക്കേണ്ടുന്ന കാര്യമാണ്. നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ഒരൊറ്റ വാക്കിലൂടെ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാക്ക് മാത്രം ഞാൻ ഉദ്ധരിക്കാം. ലാ യഖ്തലിഫുൽ മുസ്ലിമൂന അന്ന തർക സ്വലാത്തിൽ മഫ്റൂള അംദൻ മിൻ അഅ്ളമിൽ ദുനൂബ് വഅക്ബറിൽ കബായിർ വഅന്ന ഇസ്മഹു അഅ്ളമു മിൻ ഇസ്മി ഖത്ലിൻ നഫ്സി വഅഖ്ദിൽ മാൽ വമിൻ ഇസ്മി الزنا والسرقة وشرب الخمر وأنه معرض لعقوبة الله وسخطه وخزيه في الدنيا والآخرة. നമസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൊല്ലുന്നതിനേക്കാൾ, അതുപോലെ തന്നെ ആളുകളുടെ സ്വത്തുകൾ അപഹരിക്കുന്നതിനേക്കാൾ, വ്യഭിചരിക്കുന്നതിനേക്കാൾ, കക്കുന്നതിനേക്കാൾ, കള്ളു കുടിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണ് ഒരു മനുഷ്യൻ നമസ്കാരം ഒഴിവാക്കുന്നത് കൊണ്ട് ചെയ്യുന്നത് എന്നതിൽ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് ആരാണ് പറയുന്നത്? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി. മാത്രമല്ല വഅന്നഹു മുഅറദുൻ ലിഉഖൂബത്തില്ലാഹി വസഖതിഹി, അല്ലാഹുവിൻ്റെ ശിക്ഷക്ക്, അല്ലാഹുവിൻ്റെ കോപത്തിന് അവൻ വിധേയനാകും. അല്ലാഹു അവനെ നിന്ദ്യനാക്കും. ഫിദ്ദുനിയ വല്ലാഖിറ, ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിൻ്റെ നിന്ദ്യതക്ക്, അല്ലാഹുവിൻ്റെ കോപത്തിന് അവൻ പാത്രമാണ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ജീവിതത്തിൽ കടന്നു വരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലാഹുവിനോടുള്ള വെറുപ്പ് കൊണ്ടാണോ, നമസ്കാരം ഒഴിവാക്കിയത് കൊണ്ടാണോ, അള്ളാഹു എൻ്റെ നേരെ കോപിച്ചത് കൊണ്ടാണോ എന്ന് ഒരു വേള ചിന്തിക്കാൻ എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് പാകപ്പെടുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇഹലോകത്തും പരലോകത്തും ശിക്ഷയല്ലേ. നരകാവകാശികളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? മസലകകും ഫീ സഖർ ഖാലു ലം നകു മിനൽ മുസല്ലീൻ. എങ്ങനെയാണ് സഖർ എന്ന് പറയുന്ന കത്തിയെരിയുന്ന ഈ നരകത്തിൽ നിങ്ങൾ കടക്കാൻ കാരണമെന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കാറില്ലായിരുന്നു എന്ന് നരകാവകാശികൾ മറുപടി പറയുമ്പോൾ, അങ്ങനെ ഒരു മറുപടി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടാവില്ല എന്ന് ഈ പ്രോഫ്കോണിൽ വെച്ച്, ഇവിടെ വെച്ച് നമുക്ക് ഒരു തീരുമാനമെടുക്കണം. അല്ല, നാളെ നരകത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ലം നകു മിനൽ മുസല്ലീൻ, ഞാൻ നമസ്കരിക്കുന്നവനായിരുന്നില്ല, അതുകൊണ്ടാണ് ഈ സഖർ എന്ന നരകത്തിൽ ഞാൻ കത്തിയെരിയുന്നത് എന്ന് എൻ്റെ നാവ് കൊണ്ട് പറയുന്നവനായിരിക്കില്ല. ഞാനൊരിക്കലും ആ വാക്ക് ഉച്ചരിക്കുന്നവനാകില്ല. ആ നരകത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ശബ്ദത്തിൻ്റെ ഉടമ ഞാനാകില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതെ, ഈ ഒരു നമസ്കാരം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്വലാത്തു നൂർ, നമസ്കാരം എന്ന് പറയുന്നത് അത് നൂറാണ്, പ്രകാശമാണ്. ഒരു മുസ്ലിമിന് അവൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പ്രകാശം ചൊരിയുന്ന, അവൻ
അവന് വഴി കാണിച്ചു കൊടുക്കുന്ന, ഇരുട്ടുമൂടിയ രംഗങ്ങളിൽ അവന് പ്രകാശത്തിന്റെ രേഖകൾ തെളിയിച്ചു കൊടുക്കുന്ന, ഇന്ന വഴിയിലൂടെ പോയിക്കോ എങ്കിൽ സ്വർഗത്തിന്റെ പാത കണ്ടെത്താൻ കഴിയുമെന്ന് അവനെ വലിച്ചു കൊണ്ടുപോകുന്ന, അവനെ തെളിച്ചു കൊണ്ടുപോകുന്ന പ്രകാശരേഖയായിരിക്കും നമസ്കാരമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം, നമസ്കരിച്ചതുകൊണ്ട്, അല്ലാഹുവിലുള്ള വിശ്വാസം കൃത്യമാക്കിയതുകൊണ്ട്, അല്ലാഹുവിനെ വഴിപ്പെട്ട് ഭയപ്പെട്ട് ജീവിച്ചതുകൊണ്ട്, ജീവിതത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചതുകൊണ്ട്, നാളെ പരലോകത്ത് മുഅ്മിനുകൾ നടക്കുമ്പോൾ, മുഅ്മിനാത്തുകൾ നടക്കുമ്പോൾ, ആണുങ്ങളും പെണ്ണുങ്ങളും നടക്കുമ്പോൾ അവരുടെ പ്രകാശരേഖകൾ ജീവിതത്തിൽ നിന്ന് നമസ്കാരത്തിലൂടെ, വിശ്വാസത്തിലൂടെ, ജീവിതത്തിലുള്ള തഖ്വയിലൂടെ അവർ നേടിയെടുത്ത വിശ്വാസത്തിന്റെ ആ പ്രകാശരേഖ അവർക്ക് മാർഗം തെളിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഞാൻ എൻ്റെ വിശ്വാസത്തിന്റെ പ്രകാശത്തെ പിൻപറ്റിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കുന്നവനായിരിക്കുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതെ, നമസ്കാരത്തിൻ്റെതായ ഒരുപാട് നേട്ടങ്ങൾ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇതൊക്കെ നമസ്കാരത്തിന്റെ പ്രാധാന്യവും നേട്ടങ്ങളുമാണ്. പക്ഷേ പലപ്പോഴും നമുക്കത് കിട്ടുന്നില്ല എന്ന ഒരു പരാതി നമുക്കുണ്ട്. എന്തുണ്ട് ആ കിട്ടാത്തതിൻ്റെ കാരണം എന്താ? നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാന ഭൗതികമായ ഒരു നേട്ടം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അത് അള്ളാഹുവിൻ്റെ സഹായം ഇഹലോകത്തും പരലോകത്തും നമുക്ക് ലഭിക്കുന്ന ഒരു കാരണമാണ് എന്നാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, നിങ്ങളുടെ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾ കാക്ഷിക്കണമെന്ന് പറയുമ്പോൾ എത്രയെത്ര നമസ്കാരക്കാരാണ്, എല്ലാ മുസ്ലിങ്ങളും നമസ്കരിക്കുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ സഹായമാകുന്ന ഇതുകൊണ്ട് ലഭിക്കേണ്ടുന്ന നേട്ടം പലപ്പോഴും ലോകത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ പരിതപിക്കുമ്പോൾ, അതിനപ്പുറത്ത് ഇത് ഒരു മുസ്ലിം സമൂഹത്തിന് മൊത്തത്തിലുള്ളതാണ് എങ്കിൽ മുസ്ലിങ്ങൾക്ക് ഓരോരുത്തരുടെയും തങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടുന്ന ചില നേട്ടങ്ങളില്ലേ? അതെ, നമസ്കാരത്തെ പറ്റി ഖുർആൻ പറഞ്ഞതെന്താ? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ തിന്മകളിൽ നിന്നും മനുഷ്യനെ വിമുക്തമാക്കുന്ന, മനുഷ്യനെ നന്നാക്കുന്ന ഒരു കാര്യമാണ്. മ്ലേച്ഛതകളിൽ നിന്ന് നന്മയുടെ പാതയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമസ്കാരമെന്ന് ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ, ആ നമസ്കാരം, എൻ്റെ നമസ്കാരം കൊണ്ട് മ്ലേച്ഛത ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് എൻ്റെ നമസ്കാരം അള്ളാഹു പറഞ്ഞ രൂപത്തിലാകുന്നില്ല എന്നതിനെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് മാതൃകയാകേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിന് പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ലഭിക്കുന്നില്ല? ഇവിടെ തന്നെ എനിക്ക് കാണേണ്ടുന്ന ചില നേട്ടങ്ങളാണല്ലോ ഇത്. ഈ നേട്ടങ്ങൾ എനിക്കിവിടെ കിട്ടുന്നില്ല എങ്കിൽ നാളെ പരലോകത്തും അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗമാകുന്ന നേട്ടം എൻ്റെ നമസ്കാരം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാതെ പോകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതെ, ആ രംഗത്താണ് നമസ്കാരത്തിൻ്റെ നേട്ടം പരിപൂർണമായി ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗം, ആ മാർഗം അനുസരിച്ച് തന്നെ നമസ്കരിക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ തവല്ലഅ കമാ ഉമിർ, കൽപ്പിക്കപ്പെട്ട രൂപത്തിൽ, ആർക്കെങ്കിലും തോന്നിയ രൂപത്തിൽ എന്നല്ല, അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ച രൂപത്തിൽ ഒരാൾ വളുവെടുക്കുകയും വസല്ല കമാ ഉമിർ, അവൻ കൽപ്പിക്കപ്പെട്ടതുപോലെ തന്നെ റസൂല് പഠിപ്പിച്ചതുപോലെ തന്നെ നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ഗുഫിറ ലഹു മാ ഖദ്ദമ മിൻ അമൽ, അവൻ മുൻകൂട്ടി ചെയ്ത തെറ്റുകൾ അവന് പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളടക്കം പുറത്തു തരാനുള്ള നമസ്കാരമാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിൻ്റെ രൂപം ഞാനൊന്ന് കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. 5 നേരത്തെ നമസ്കാരം കൃത്യമായി നമസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ സമയത്ത് തന്നെ നമസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, കാന ലഹു അലല്ലാഹി അഹ്ദുൻ അൻ യഗ്ഫിറ ലഹു, അല്ലാഹു ഒരു കരാറെടുത്തിരിക്കുന്നു അവന് പുറത്തു കൊടുക്കാമെന്ന്. അല്ലാഹു എന്നെ സംബന്ധിച്ച് കരാറെടുത്തവനായിരിക്കണം, എൻ്റെ പാപങ്ങൾ പുറത്തു തരാമെന്ന് അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ എനിക്ക് സാധിക്കണം. എങ്ങനെ? അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച രൂപത്തിൽ നമസ്കരിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ നമസ്കാരത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നർ റജുല ലയൻസരിഫ്, ഒരാൾ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കും, മാ കുതിബ ലഹു മിൻ സ്വലാത്തിഹി ഇല്ലാ ഉശ്റുഹാ, അവൻ്റെ നമസ്കാരത്തിൻ്റെ 10 മാത്രമായിരിക്കും അവന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. പിന്നെ നബി പറഞ്ഞു തുസ്ഉഹാ, ഒരു പക്ഷേ 9 ഒരു പക്ഷേ 8 അങ്ങനെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്ഫു, അതിൻ്റെ പകുതി കിട്ടുന്നവരുണ്ടാകും, മുഴുവൻ കിട്ടുന്നവരുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടില്ല.
അതെ, അത്ര ഗൗരവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൻ്റെ പരിപൂർണമായ പ്രതിഫലം പല ആളുകൾക്കും തടയപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഭയഭക്തിയുടെ അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിലുള്ള നമസ്കാരമല്ലാത്തത് കൊണ്ട് ഈ രൂപത്തിലൊക്കെ അങ്ങനെ സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമതായി നമ്മുടെ നമസ്കാരം അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ലക്ഷ്യങ്ങൾ ഇഹലോകത്തും പരലോകത്തും നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭയഭക്തിയോടുകൂടിയുള്ള നമസ്കാരമാക്കുക എന്നതാണ്. ഖുശൂ അതേറ്റവും പ്രധാനപ്പെട്ടതാണ്. നമസ്കാരത്തിൻ്റെ ആ രൂപം തന്നെ ആ ഭയഭക്തി നൽകുന്നതാണല്ലോ. കൈകെട്ടിക്കൊണ്ട് നമ്മൾ നിൽക്കുന്ന ആ ഒരു നൃത്തം, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന നൃത്തത്തെ സംബന്ധിച്ച് ഹുവസുല്ലുൻ ബൈന യദൈ അസീസ്, പ്രതാപിയായ മഹാനായ ഉന്നതനായ രക്ഷിതാവിൻ്റെ മുന്നിൽ ഒരടിമ തൻ്റെ എല്ലാ വിധേയത്വവും കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു നൃത്തം, അതാണ് യഥാർത്ഥത്തിൽ നമസ്കാരത്തിൻ്റെ നൃത്തമെന്ന് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതെ, തൻ്റെ അവയവങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട്, കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട്, നോക്കാൻ പറഞ്ഞിടത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമസ്കരിക്കുക. അങ്ങനത്തെ ഒരു നമസ്കാരം പലപ്പോഴും അലസമായി നമ്മുടെ കൈകൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത്, കൈകൾ നീങ്ങുന്നത്, അതുപോലെ തന്നെ കൊട്ടുവായിട്ട് കണ്ണുകൾ കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നമ്മൾ പരതുന്നത്, ഈ ഒരു ഖുശൂ നമ്മുടെ നമസ്കാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ ഖുശൂ നേടിയെടുക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, ഞാൻ നിൽക്കുന്ന സ്ഥാനത്തെപ്പറ്റി മനസ്സിലാക്കണം. എവിടെയാണ് ഞാൻ നിൽക്കുന്നത്? അള്ളാഹുവിൻ്റെ മുന്നിൽ, മുനാജാത്തുൻ ബൈന യദൈ റബ്ബ്, അള്ളാഹുവിൻ്റെ മുന്നിൽ, റബ്ബിൻ്റെ മുന്നിൽ, രക്ഷിതാവിൻ്റെ മുന്നിലുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ് ആ നമസ്കാരത്തിലൂടെ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണല്ലോ അതിനെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾ നേരെ മുന്നിലേക്ക് നോക്കി നിൽക്കണമെന്ന്, സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കി നിൽക്കണമെന്ന് നമ്മളോട് അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്. നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിന്നുകൊണ്ട് നമ്മൾ പ്രാരംഭ പ്രാർത്ഥനയായി പ്രാർത്ഥിക്കുന്നത് എന്താണ്? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള്. ഏകാദി രാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ മുന്നിലേക്ക് ഞാനിതാ എൻ്റെ മുഖത്ത് തിരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതെ, രണ്ടാമതായിക്കൊണ്ട് ഈ നമസ്കാരം ഖുശൂ നിലനിർത്തുന്നതിന് വേണ്ടി ഇതെൻ്റെ അവസാനത്തെ നമസ്കാരമാകാമല്ലോ. നമ്മുടെ സുഹൃത്ത് ജാബിർ, നമുക്കറിയാമല്ലോ, രാത്രി ഇശാ നമസ്കാരത്തിന് വേണ്ടി തൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെട്ടതാണ്. പള്ളിയിലേക്ക് പോന്ന് അതുവരെ കേട്ടുകൊണ്ടിരുന്ന, ബൈലക്സിൽ കേട്ടുകൊണ്ടിരുന്ന ആ സംസാരം ഓഫാക്കാതെ അവിടെ നിന്ന് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് പോരുകയാണ്, അങ്ങാടിയിലേക്ക് പോരുകയാണ്, നമസ്കരിച്ച് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട്. ആ കേൾക്കുന്ന ബൈലക്സിൽ നിന്നാണ് ഭാര്യ ജാബിർ മരിച്ചു എന്ന് കേൾക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഅഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അതേ സഹോദരന്മാരെ, അവസാനത്തെ നമസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയല്ല പറഞ്ഞത്. വസല്ലി സ്വലാത്ത റജുലിൻ ലാ യظن അന്നഹു യുസല്ലി സ്വലാതൻ ഗൈറഹാ. നീ നമസ്കരിക്കുന്ന നമസ്കാരം, ഇതിന് ശേഷം എനിക്കൊരു നമസ്കാരമില്ല എന്ന നിലക്ക് തന്നെ നിന്റെ നമസ്കാരമാക്കണം. അങ്ങനെ നീ നമസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പക്ഷേ നമുക്ക് പല ചിന്തകളുമാണ്. നമസ്കരിക്കുന്ന സമയത്ത് ഇമാമ്, പല പള്ളികളിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയും ഇമാമിൻ്റെ കരച്ചിൽ. നമസ്കരിക്കുന്ന സമയത്ത് ഇമാമ് കരയുന്നത് പലപ്പോഴും നമുക്ക് കേൾക്കാൻ കഴിയാറുണ്ടല്ലോ. അതെ, എന്താ കാരണം? നമസ്കാരത്തിൽ ശ്രദ്ധയൂന്നി, നമസ്കരിക്കുന്ന പ്രാർത്ഥനകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, നമസ്കരിക്കുന്ന സമയത്ത് ഓതുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇമാമ് കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ കരഞ്ഞു. സ്വഹാബികൾ